ബിസിനസ്സും വർക്ക് ഫ്രം ഹോമും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഏതാണ്ട് 33,293 ആക്സിഡൻസും അതോടൊപ്പം തന്നെ 3,262 പേരും മരണപ്പെട്ടു. 24,272 പേരിൽ അധികം പേരും മരിച്ചതിനോ അല്ലെ മരിച്ചതിനോട് അടുത്ത സ്റ്റേജിലാണ്. ഇപ്പോൾ വെച്ചാൽ അവരാണെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡൻസ് അല്ലെങ്കിൽ ഫെറ്റാലിറ്റിക്ക് അടുത്ത് എത്തി ഗ്രീവിയസ് ഇഞ്ചുറി ആയിട്ട് കിടക്കുന്നു, എന്നുവെച്ചാൽ ജീവച്ഛവങ്ങളായിട്ട് കിടക്കുന്നു. ഫൈൻ. ഇത് വിക്ടിംസിനെ കുറിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് സിവിയറിറ്റി again you can see the fatalities, grievous injury. 64% is the grievous injury and 9% is the fatality, and the total number of crashes in the last 5 years is also shown. And this is the trend, fatality trend. If you take the number of fatality rate per 100 crashes, you can see that one, it is more or less it's stable, or there is a slight decrease, but it is about 10, and we are much above the national statistics. See, this is why we wanted to start our mission from Ernakulam. Okay, fine. You can see the total number of crashes the last 2016 to 21. You can see that one, Ernakulam is leading. Ilangon sir paranju adu kazhinju Tirunavaram, Thrissur, Alappuzha, Kollam, Kozhikode, like that it is decreasing. Okay, maybe towards the bottom ജില്ലയുടെ ആ ഒരു ലൈക്ക് സൈസൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിക്ടിംസിന്റെ കേസ് എടുക്കുമ്പോഴും എറണാകുളം, തിരുവനന്തപുരം ഒക്കെ തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്രാഷസിന്റെ ഗ്രാഫിക് റെപ്രസെന്റേഷൻ. എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം അതാണ് ടോപ്പിൽ നിൽക്കുന്നത്. അത് 2016 2021 അതോടൊപ്പം തന്നെ കോഴിക്കോട്, ആലപ്പി, കൊല്ലം ഡിസ്ട്രിക്ട്സും അതോടൊപ്പം തന്നെയുണ്ട്. ഇതാണ് ക്രിട്ടിക്കൽ ഡിസ്ട്രിക്ട്സ്. ഐ ഓൾറെഡി മെൻഷൻ, ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. ബട്ട് സി, ഈ കാര്യം ഇവിടെ പലരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനു മുമ്പ് തന്നെ. 20% അല്ലെങ്കിൽ 21% ആൾക്കാർ പെഡസ്ട്രിയൻസ് ആണ് മരിക്കുന്നത്. നമ്മൾ പിന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് പെഡസ്ട്രിയൻ? ഓക്കെ, നമുക്ക് നമ്മുടെ എല്ലാ വികസനങ്ങളും കാണുന്നത് ഒരുപക്ഷെ റോഡിന്റെ വികസനം മാത്രമേ കിടക്കുന്നുള്ളൂ. പിന്നെ പെഡസ്ട്രിയൻസിന്റെയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈക്ലിസ്റ്റിന്റെ എണ്ണമാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ട്രെൻഡ് കുറഞ്ഞു, സൈക്ലിസ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുള്ള ഇഷ്യൂസുമാണ്. ഫൈൻ. ഇതാണ് പെഡസ്ട്രിയൻസ് വിക്ടിംസ്. ഞാൻ മുന്നോട്ട് പോവാം. സൈക്ലിസ്റ്റിന്റെ ഫൈൻ. ഓഫ് കോഴ്സ് വി ഹാഡ് UN സ്റ്റേറ്റ്മെന്റ്സ്. 2011-20 കാലഘട്ടത്തിൽ നമ്മൾ ഡിക്കേഡ് ഓഫ് ആക്ഷൻ 50% റിഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു. നമ്മൾ 2021-20 എത്തിയപ്പോഴും നമുക്ക് കുറയ്ക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആണെന്ന് 21-23-30 ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, 50% റിഡ്യൂസ് ചെയ്യണമെന്നുള്ള ഇതാണ്. ഈ ബ്ലാക്ക് സ്പോട്ട് അനാലിസിസിന് ഈ ഒരു സ്ട്രക്ചറാണ് വേണ്ടത്. എന്നെ തൊട്ട് മുൻപ് സംസാരിച്ച ഡോക്ടർ ശ്രീകാന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഡേറ്റയെക്കുറിച്ചുള്ളത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രാഷ് പ്രോൺ ലൊക്കേഷൻസ്, identifying the nature and cause of crashes, selection of appropriate countermeasures, detailed design of interventions, implementing the safety treatments, and monitoring and evaluation of countermeasures. ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ again the same flow, crash data collection and verification system, very very important. എവിടെയാണ് ആക്സിഡന്റ് നടന്നത്, ആരൊക്കെയാണ്, ഏതൊക്കെ വെഹിക്കിളാണ് ഇൻവോൾവ് ആയത്, എന്താണ് അതിന്റെ റീസൺസ് ഉള്ള ആ ഒരു ഡേറ്റയുടെ കുറവ് ഞാൻ പറഞ്ഞില്ല. 2016 മുതൽ നമ്മളത് കണ്ടു. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമേ അതെന്തുകൊണ്ട് നടന്നു, അതെങ്ങനെ നമുക്ക് അതിനെ ആണെന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഡേറ്റ ക്രാഷ് പ്രോൺ ലൊക്കേഷന്റെ ഡേറ്റയുടെ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് കോംപ്രിഹെൻസീവ് റോഡ് നെറ്റ്വർക്ക്, ഒരു ലൊക്കേഷൻ മാത്രമല്ല, ഒരു ചിലപ്പോൾ ആണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആയിരിക്കും, ഒരു സ്ട്രെച്ച് ഓഫ് റോഡ് ആയിരിക്കും, അല്ലെ ഒരു ജംഗ്ഷനും അതിനോട് സറൗണ്ടിങ് ആയിട്ടുള്ള ഇതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏരിയ തന്നെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടിയുള്ള കൺസെപ്റ്റ് വരേണ്ടി വരും. ഓക്കെ, അതിൽ ചിലതാണെങ്കിൽ നമ്മുടെ റിസോഴ്സസിന്റെ ലിമിറ്റേഷൻ കൊണ്ട് ഹൈ ആക്സിഡന്റ് പ്രോൺ ഓർ ദ സിവിയറിറ്റി ക്രാഷസ് എലോൺ മാത്രമാണ് നമ്മൾ ഇതുവരെ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്പർ കുറയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാ ആക്സിഡന്റ് പ്രോൺ ലൊക്കേഷൻസിനും നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്പേഷ്യൽ അനാലിസിസ്, GIS ഓർ ദ നെറ്റ്വർക്ക് അനാലിസിസ് എക്സെട്ര അതിനകത്ത് ആവശ്യമാണ്. ഐഡന്റിഫിക്കേഷൻ ക്രാഷ് പ്രോൺ ലൊക്കേഷൻസ് ആൻഡ് പ്രയോറിറ്റൈസേഷൻ ഓഫ് ദ ക്രാഷ് പ്രോൺ ലൊക്കേഷൻസ്. Now the high crash locations
or the hazardous road locations or the black spots. ഇതെല്ലാം വേറെ വേറെ നമ്മൾ ഡിഫറെൻ്റ് the വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നെങ്കിലും മോറലസ് ദ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഒരു സ്ട്രെച്ചിലായിരിക്കും ഇഷ്യൂ വരുന്നത്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിലായിരിക്കും ഇഷ്യൂ വരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് കാണുമ്പോൾ ഒരു കർവ് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാതെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് സർഫസ് മാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയാറുണ്ട് BMBC റോഡാണ് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത്. BMBC കൊടുത്തു കഴിഞ്ഞാൽ റോഡ് സർഫസ് നല്ലതായി. അതിൻ്റെ ജിയോമെട്രിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സേഫ്റ്റി ആസ്പെക്ട്സ് ഒരിക്കലും നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് പകരം നമ്മൾ റോഡ് സർഫസ് നല്ലെന്നാൽ എല്ലാവരും നമ്മൾ നിങ്ങൾ വരൂ, നല്ല റോഡ് സർഫസ് ആണ്, നല്ല സ്പീഡ് വരൂ. മോർ ദാൻ ദാറ്റ് ഈ റോഡ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ട്രാഫിക് നമ്മളെ ഡിസിപ്ലിൻ ഒരിക്കലും ഉണ്ടാവില്ല, അത് വയലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇതെല്ലാം പറ്റും. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് റോഡ് ആയിരിക്കാം, ഒരു സൈറ്റ് ആയിരിക്കാം, ഒരു ഏരിയ ആയിരിക്കാം, അതർവൈസ് ലൊക്കേഷൻസ് അക്രോസ് ദ റോഡ് നെറ്റ്വർക്ക്. എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ പെഡസ്ട്രിയൻ ആക്സിഡന്റ് നടക്കുന്ന പോയിന്റ്സ് എവിടേക്കാന്ന് മാർക്ക് ചെയ്യുക. അതിനകത്താണെങ്കിൽ ആ ഒരു ക്ലസ്റ്റർ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടോ നമ്മുടെ ശ്രീനാഥ് മെൻഷൻ ചെയ്തുകൊണ്ട് ചില സമയത്താണെങ്കിൽ ഒരു ലീനിയർ, അതാണ് ഈ കൺസെപ്റ്റ് നമ്മളിപ്പം അടുത്ത് ഉപയോഗിച്ചത്. നമ്മളെങ്ങനെ വെച്ചാൽ ഒരു വി ഹാവ് ടേക്കൺ എ സ്ട്രെച്ച് ഓഫ് റോഡ് ഓർ ലൈക്ക് ലീനിയർലി സ്മോൾ സ്ട്രെച്ച് ഓഫ് റോഡ് ഓർ it can be sometimes it can be in a small area, maybe a circular area. ഇവിടെ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും റോഡ് നെറ്റ്വർക്കിനകത്ത് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. ചില നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഡ്രൈവർ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ ടൈറ്റായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ ഫ്രസ്ട്രേഷൻ ആ മനുഷ്യൻ്റെ ഡ്രൈവറുടെ മനസ്സിലുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ അതവിടെ ക്യാരി ഓവർ ചെയ്തിട്ട് അവിടെ ആയിരിക്കണം എന്നല്ല ആക്സിഡന്റ് നടക്കുന്നത്, അല്പം മാറിയായിരിക്കും ആക്സിഡന്റ് നടക്കുന്നത്. അതാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് the clustering concept, like Dr. Srinath also mentioned that one and all. And we the cluster together the locations termed as the crash prone locations. Accurate location data is essential for identifying the data is very important. And we have taken the 3 years data, and this is the definition by Ministry of Road Transport and Highways. Either 5 road accidents including fatalities and grievous injuries in the last 3 calendar years, or 10 fatalities during the last 3 years. Okay, ഒരു വർഷത്തെ ഡേറ്റ അല്ല, കാരണം ഒരു വർഷം ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകും, പിന്നെ അവിചാരിതമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബൈ ചാൻസ് ഉണ്ടാകും. പക്ഷെങ്കിൽ 3 വർഷത്തെ ആക്സിഡന്റ് എടുത്തിട്ടാണ് അതിന്റെ ആവറേജ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എടുത്ത കേരള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CRBയുടെ ഡേറ്റ എടുത്തിട്ട് we identified that there are around 4,592 black spots in Kerala, and we have taken a stretch of about 500 meters to identify that. Fine. And the crash data 2018 to 20, there were the total number of black spots are 4,592, and it accounts for around 60% of the fatal and grievous injury crashes in Kerala, or 58% of the total fatalities in Kerala occur at those. Now, this statistics is the basic, and you can see that one from that one. Priority 1 and priority 2 accidents we are classified, and these are the numbers. Okay, and then these are the crash, the severity stretches that we have identified. This was the first analysis. Now that we moved further, okay, in which you can see that one. These are the national highways. NH66, of course, the entire stretch was very accident prone. But ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 4 ലൈനിങ് ഓർ 6 ലൈനിങ് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ കൺസ്ട്രക്ഷൻ കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് കുറയും. അവിടെ തന്നെ എറണാകുളം വളയാർ ഓർ കോയമ്പത്തൂർ സ്ട്രെച്ച്, ഇതാണ് അതിൻ്റെ ആനുവൽ ക്രാഷ് റേറ്റിംഗ്. കമ്മിങ് ടു ദ സ്റ്റേറ്റ് ഹൈവേസ്, ഇതാണ് സിവിയർ സ്റ്റേറ്റ് ഹൈവേസ്, ഗുരുവായൂർ ചൂണ്ടൽ SH49. You can see that annual crash rate 7.3, etc. Like that it is coming. Fine. So I'll just move forward. These are the components through which we should address the crash prone locations: engineering, enforcement, education, emergency response, evaluation, enactment, and encouragement. 7 E's. Okay. Now that what we are doing, ഇവിടെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ആ ഏജൻസി എല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുട കീഴിൽ കൊണ്ടുവന്ന് ഇത് വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഓക്കെ, എന്നാലേ നമുക്ക് അതിൻ്റെ നമ്പർ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, and you have the proactive as well as the reactive this one, and
there are good gray areas. Now that we are coming out from this grays gradually. എല്ലാ ഏജൻസീസ് ഒന്നിച്ച് വന്ന് ഒരേ മനസ്സോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇതിന് 2016 എറണാകുളത്തെ ആക്സിഡന്റ് സ്റ്റഡീസ് തുടങ്ങി വെച്ച എബിൻ സാമിനെ വിളിക്കുന്നു. എബിൻ സാം ലൊക്കേഷൻസ് ഇൻ എറണാകുളം പ്രസന്റ് ചെയ്യും. അതിനുശേഷം അനീഷ് കിനി, he's the assigned scientist from NATPAC. He is doing the lesson of the accident related activities in Ernakulam. So they will be present. Thank you. Thank you, sir. Myself, Ibn Sam, working as scientist in charge of Regional Center Kozhikode. I'm going further. ആക്ച്വലി ഇൻ കേസ് ഓഫ് ഞാൻ മലയാളത്തിൽ പറയാം. എറണാകുളം ജില്ലയിൽ ആണ് നമ്മൾ ആദ്യമായിട്ട് ബ്ലാക്ക് സ്പോട്ട് സ്റ്റഡി സയന്റിഫിക്കലി സ്റ്റഡി ചെയ്തത്. 2016 കാലഘട്ടത്തിൽ ക്രാഷ് ഡേറ്റ ഇത്രയും നല്ലതായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. ഓരോ ഇൻഡിവിജ്വൽ പോലീസ് സ്റ്റേഷൻസിൽ പോയി റിപ്പീറ്റഡ് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അവിടുത്തെ ലാറ്റ് ലോങ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫീൽഡ് എറണാകുളം ഡിസ്ട്രിക്ട് നിയർലി 1 മന്തോളം ഫീൽഡ് ഡാറ്റ കളക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ GIS അനാലിസിസ് നടത്തി അതിൽ നിന്ന് നമ്മളൊരു ബ്ലാക്ക് സ്പോട്ട് ലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പ്രോട്ടോകോൾ ഫോർ ബ്ലാക്ക് സ്പോട്ട് മാനേജ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് പ്രോട്ടോകോൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ പ്രോട്ടോകോളിന്റെ ബേസിസിൽ സുപ്രീം കോടതി കമ്മിറ്റിയും KRSയും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തു. പിന്നെ വീണ്ടും 2019 ഒരു സ്റ്റഡി നമ്മൾ NATPAC KRSയുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുകയുണ്ടായി. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 2021 നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായി. ഇപ്പം ഡാറ്റ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി IRAD ഫെസിലിറ്റിയും കൂടെ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ bit more useful for all stakeholders. ഓക്കെ, ഞാൻ 2021 സ്റ്റഡിയുടെ കാലഘട്ടത്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ക്രാഷ് സിനാരിയോ ഇൻ എറണാകുളം. നിയർലി 15% ഓഫ് ക്രാഷസ് ഇൻ ദ സ്റ്റേറ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നത്. ദിസ് ഈസ് ഓവറോൾ ക്രാഷ് ട്രെൻഡ് ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. Even though the crashes have decreased in the recent years, but we need to look at the 2022 data as well to verify the trend. This is a trend of victims in case of Ernakulam district as a whole. And if we look at the data and analyze them, nearly 67% of crashes occur during the daytime compared to 33% of crashes during the night time. And regarding the urban-rural divide, we can see that 53% rural section, 47% urban sectionിലുമാണ് നടക്കുന്നത്. ഇത് കേരള നമ്പേഴ്സിനെക്കാളും കൂടുതലാണ്. കേരളത്തിലാണെങ്കിൽ 33% ആണ് urban സെക്ഷനിൽ നടക്കുന്നത്. ബട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ urban സെക്ഷനിൽ കൂടുതൽ ക്രാഷസ് നടക്കുന്നുണ്ട്. റോഡ് ടൈപ്പ് എടുക്കുവാണെങ്കിൽ NH-ൽ 21%, SH-ൽ 19%, അതർ റോഡ്സിൽ 60% ആണ്. ഇത് നമ്മൾ തോന്നും അതർ റോഡ്സിലാണ് ക്രാഷസ് നടക്കുന്നത്. ബട്ട് നമ്മൾ പെർ കിലോമീറ്റർ അനാലിസ് ചെയ്യുമ്പോൾ NH-ൽ തന്നെയാണ് കൂടുതൽ നമ്പർ ഓഫ് ക്രാഷസ് പെർ കിലോമീറ്റർ റെക്കോർഡ് ചെയ്യുന്നത്. This is the type of collision in full Ernakulam district. We can see that the hit from side collision is around 28%, which is dominating, followed by hit pedestrian collision 21%. Then rear end collision comes to around 18%, and head on collision comes to 14%. This is the major share of the crashes according to the type of collision. And crash spot analysis, this is basically we took the data from the SCRB, and according to the data we can see that 21% of crashes in Ernakulam district occur near the bus stops. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്സ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ബസ് സ്റ്റോപ്സിനടുത്ത് ഇന്റർസെക്ഷൻസും ഉണ്ടാവും. അതും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ തന്നെയായിരിക്കും നിയർ ബൈ. അപ്പം ഇതെല്ലാം ഒരു ക്രാഷ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പം ബസ് സ്റ്റോപ്സ് കേന്ദ്രീകരിച്ച് നമ്മൾ റിസർച്ചും ഇംപ്ലിമെന്റേഷനും നമ്മൾ നടത്തേണ്ട ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് എൻഫോഴ്സ്മെന്റ്. റോഡ് യൂസേഴ്സ് ഇൻവോൾവ് ഇൻക്ലൂഡിംഗ് പെഡസ്ട്രിയൻ, സൈക്ലിസ്റ്റ് എല്ലാം ഇൻവോൾവ് സ്റ്റാറ്റിക്സ് നോക്കുമ്പോഴത്തേക്കും 52% 2-wheelers ആണ്, ഫോളോഡ് ബൈ car, jeep category 4-wheelers, and then comes to pedestrians. This is a focus area. ഞാൻ urban rural divide പറഞ്ഞു. 2-wheelers ആണ് 50% of crashesലും കൂടുതലും ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ സ്ട്രൈറ്റ് സെക്ഷൻസിലാണ് 68% of crashesും ഉള്ളത്.
ബസ് സ്റ്റോപ്സ് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇന്റർസെക്ഷൻസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ 46% ഓഫ് ക്രാഷസും T ഇന്റർസെക്ഷൻസിലാണ് ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നത്. അതുപോലെ ടൈം ഓഫ് ഒക്കറൻസ് 38% ഓഫ് ക്രാഷസും 3 PM to 9 PM ഇടയിൽ നടക്കുന്നുണ്ട്. അതും കുറച്ചുകൂടെ ലേറ്റ് ഈവനിങ്സിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത് സാർ നേരത്തെ പറഞ്ഞു, the need for spatial analysis and clustering. What we have done is that we have the geocoded crash data, നമുക്ക് റോഡ് നെറ്റ്വർക്ക് ഡേറ്റ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്തു. എന്നിട്ട് GIS അനാലിസിസ്, ക്ലസ്റ്ററിംഗ് അനാലിസിസ് ടേക്കപ്പ് ചെയ്തു. അത് കോറിഡോർ ബേസിസിലാണ് ചെയ്തത് വിത്ത് മോർ പ്രോട്ടോകോൾ ആൻഡ് ഫോളോ ദാറ്റ്. പിന്നെ നമ്മൾ ക്ലസ്റ്ററൈസ് ചെയ്തിട്ട് ഒരു കോറിഡോർ ബേസിസിൽ വൾണറബിൾ റോഡ് സെക്ഷൻസ് ഐഡന്റിഫൈ ചെയ്തു. അതിനൊരു ബ്ലാക്ക് സ്പോട്ട് ക്ലസ്റ്റർ സിവിയറിറ്റി ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എറണാകുളം ജില്ലയിലെ റോഡ് നെറ്റ്വർക്ക്. ഇതാണ് ജിയോ കോഡഡ് ക്രാഷ് ഡേറ്റ അക്രോസ് ദ ഫുൾ ഡിസ്ട്രിക്ട്. ഇത് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട്സ് ആണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും നമ്പർ ഓഫ് ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ളത്, 703, ഫോളോഡ് ബൈ ട്രിവാൻഡ്രം ആൻഡ് തൃശ്ശൂർ. ദെൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെ നമ്മൾ പ്രയോറിറ്റി ബ്ലാക്ക് സ്പോട്ട്സ് എടുക്കുകയാണെങ്കിൽ 68 നമ്പേഴ്സ് ഉണ്ട്. പിന്നെ സിറ്റി റീജിയൻ മാത്രമായിട്ട് നോക്കുവാണെങ്കിൽ ടോട്ടൽ ക്രാഷ് പ്രോൺ ലൊക്കേഷൻസ് 265 ഉണ്ട്. അതിൽ പ്രയോറിറ്റി ആയിട്ടുള്ളത് 37 നമ്പേഴ്സ് ആണ്. ഇതാണ് ഡിസ്ട്രിക്ട് മൊത്തത്തോടെയുള്ള ബ്ലാക്ക് സ്പോട്ട് ലൊക്കേഷൻസ്, 703 നമ്പേഴ്സ്. ഇത് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത ലൊക്കേഷൻസ് ആണ്. പിന്നെ വൾണറബിൾ റോഡ് കോറിഡോർസ്, ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് സ്പോട്ട് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്തു. അത് സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു ബ്ലാക്ക് സ്പോട്ടിൽ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അടുത്ത ബ്ലാക്ക് സ്പോട്ടും എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ക്ലസ്റ്റർ ചെയ്ത് ഒരു കോറിഡോർസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. അപ്പം തൃശ്ശൂരിലാണ്, കേരളം നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളതും, ഫോളോഡ് ബൈ എറണാകുളം. അതിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ NH 16ഉം സ്റ്റേറ്റ് ഹൈവേസിലും 17 ആണുള്ളത്. നമ്മൾ NH ഉം SH ഉം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. എറണാകുളം സിറ്റി കൺസിഡർ ചെയ്യുവാണെങ്കിൽ 8 നമ്പേഴ്സ് ഇൻ NH ആൻഡ് 3 നമ്പേഴ്സ് ഇൻ സ്റ്റേറ്റ് ഹൈവേസ്. ഇതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനായിട്ട്. നിയർലി വൾണറബിൾ ഡിസ്ട്രിക്റ്റിൽ നിയർലി 266 കിലോമീറ്റേഴ്സ് ഓഫ് NH ആൻഡ് SH ആണ് വൾണറബിൾ കോറിഡോർസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അതിൽ 564% ആണ് ഈ ബ്ലാക്ക് സ്പോട്ട്സിൽ 3 വർഷത്തിൽ മരണപ്പെട്ടത്, വിച്ച് അക്കൗണ്ട്സ് ടു നിയർലി 45% ഓഫ് റോഡ് ഫാറ്റാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിക്ട്. അപ്പം 45% ഓഫ് മരണങ്ങളും ഈ ഒരു വൾണറബിൾ കോറിഡോറിലെ ബ്ലാക്ക് സ്പോട്ടിലാണ് നടന്നിട്ടുള്ളത്. ഇത് സെയിം സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ് സിറ്റി റൂറൽ ഡിവിഷൻ. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സിറ്റിയിൽ 61 കിലോമീറ്റേഴ്സ് NH-ലും 24 കിലോമീറ്റേഴ്സ് SH-ലും. എറണാകുളം ഡിസ്ട്രിക്ട് റൂറൽ എടുക്കുവാണെങ്കിൽ 180 കിലോമീറ്റേഴ്സ് ടോട്ടൽ ഉണ്ട്, 60 കിലോമീറ്റേഴ്സ് ഇൻ NH-ഉം ആൻഡ് 120 കിലോമീറ്റേഴ്സ് ഓൺ സ്റ്റേറ്റ് ഹൈവേസും. This is the vulnerable corridors identified across the Ernakulam district. നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് SH-ഉം NH-ഉം വൾണറബിൾ കോറിഡോർസ് തന്നെയാണ്. Okay, now I am handing over to Anish Kini, who will be describing on the rectification of crash prone locations. Thank you. Thank you, Eben. So without delay, I'm moving on to the rectification process. So we have a detailed engineering studies that are done, like safe design principles of and road safety audit is conducted, and we conduct the topographic surveys to understand what is actually the base case scenario of the road network. Detailed design of countermeasures is done, preparation of scheme drawings, and preparation of technical specifications, bill of quantities, bid documents, etc. So coming to the rectification, we can classify it into various short-term, medium-term and long-term on the basis of land acquisition or what is the time that is required for the implementation. Such things can be considered, and then we can shortlist them into these 3 categories. So in short-term and immediate measures, what we can say is that road signs, speed restriction measures, pavement markings, road studs, delineators, these are some of the immediate measures that we can adopt. Traffic restrictions also comes in, and enforcement measures, the speed and compliance measures can also be adopted. In the medium term, we can say that extra widening at the curves, improving horizontal and vertical geometry, provision of pedestrian facilities, crash barriers, junction improvement, signalization, removing obstructions, such things can be considered in the medium term. And in the long term, this is basically involving land acquisition on a large scale. So this would require a long term for its implementation. So some of the it can be like provision of bypasses, provision of service roads, grade separated interchanges, vehicular and
pedestrian underpasses, foot overbridge, and enforcement measures in the sense that we can adopt the advanced driver assistance systems and such other things related to ITS, Intelligent Transportation Systems. So as was presented earlier, this is regarding the 2019 study that we have done, which considered the 3 years of data from 2016 to 18, in which we have identified 788 crash prone locations in Ernakulam, out of which the priority crash black spots are 58 and other crash prone locations 730. Priority crash prone locations, high risk category, it's 39 numbers are coming, and moderate risk is coming into 19. And state highways, we have high risk category roads on 14 numbers, and the report as well as the drawings for all these 14 numbers were submitted to KRSA for its implementation purposes. So this is a graphical representation or the map representation of the crash prone locations in Ernakulam. These are the 14 numbers that we have considered, like the state highway and other roads, because national highway anyway NHAI will be taking care of those black spots. So these are the 14 numbers that were identified on state highways and other roads, depending upon the accident severity index that was used for prioritization. So this is just a representation of one of the black spots, this Atlantis Junction. You would know that it is coming on the Mahatma Gandhi Road, which is between Palimuk and Tevara junctions. It is a 2+2 lane divided carriageway, and accident prone region starts near Ravipuram and extends till Cochin shipyard main office building. So we can see that the grievous injury crashes are more, like 71.7% is coming crashes. And 2016 to 18 data was used from the Crime Records Bureau, and we can see that 56.7% is the crash time, and the rest in the night time. So various collision patterns and such were considered. Vehicle to vehicle was 60%, and we can see that 27% followed by 25% hit pedestrian. So there was we can go into the depths of this analysis to find out what the root cause at that particular location is, and we'll come up with the issues that are there. Various pedestrian movements were there, and encroachment was also one of the main reasons. So traffic speed calming measures were also absent in that location. Because of paucity of time, I'm rushing ahead. This Atlantis Junction, just a snapshot of the road stretch taken in 2019. So various treatments were proposed, starting from the traffic road signs, markings, etc., and speed zoning, etc. And this is a typical design of this red stretch shows the crash prone location. Various traffic signs, markings, etc. were given, which was based on the analysis that we have conducted. And also we included the ITS parameter there, like speed enforcement cameras. So such things were implemented, given drawings to the KRSA for implementation. Also we had done a recent preliminary inspection on the NH. This is Kalamansheri Cheranuru Road, on which we can see that unauthorized parking is there. And we need to find out what are the alternative spaces where they can be parked. And there are signs also, but it is seldom enforced. That has to be enforced properly. This is also one location on Kalamasheri near HMT Road, NH Junction, where the visibility is blocked by this vegetation. So vehicles coming from the HMT Road will from this particular road. So that is also one reason for collision happening there. This is another location which is near Pattadipalam, where the road is constrained because of the presence of a culvert there. So there is no continuity in the pedestrian footpath as well. This is Aeropoly Junction, where people are stopping, the buses are stopping for deboarding on the curve right at the junction. So this is unauthorized. This has to be properly implemented. There are pedestrian facilities are also absent at Madavana Junction. So the implementation strategies have to take care of the pedestrian behavior, and such things also should be taken into consideration while we are giving the remedial measures. So this is just a snapshot of what needs to be there. Various elements are there on the road network. So
the integration of all these things in a safe manner and a scientific manner will only ensure that we can achieve what we are trying to strive to achieve. So as was mentioned as conclusion, all the 7 E's have to play their role so as to bring down the accidents and to achieve the main goal of Ernakulam and in the future like crash free Kerala. So that is what we have to present in this one. Thank you. I think we can take one quick question. I know there are a lot of hands being raised. One quick question can be taken. Can we have that lady to be given? Please. Hello, I am Dr. May Matthew. I am actually a retired senior town planner from GCDA and now running an NGO named as Center for Environmental Efficiency based at Cochin. And we do have some initiatives at our NGO level, and last week we conducted one panel discussion, structure and pedestrian facilities. And a handful of experts were also there. From Trivandrum also 2 people were there. And what we have finally concluded, because there was one Supreme Court lawyer also on board, and he only initiated that discussion. And what we have come to the conclusion that if we are concentrating on the basic thing, that is on the pedestrian infrastructure and pedestrian facilities, and prioritize the pedestrian facilities at cities, especially in Kochi we have metro rail, and if we are prioritizing the pedestrian facilities and give the signals and the pedestrian crossings and all and enforce it thoroughly, what we feel is 60% of our problems can be solved. Because it has got a cumulative effect. Because once pedestrian facilities are there, people will not be taking vehicles. Once there is no vehicle, there is no collision or crashes, or there is no air pollution. And also, there is no need of hospitals. And also, petroleum industry and automobile industry might not be flourishing. But petroleum industry, they can go for renewable energy. And also automobile industry also they can go for renewable energy and green hydrogen and things like that, because we have to change our system. And also hospitals can concentrate on medical tourism. So what we are telling that we are doing the basic things like pedestrian infrastructure in cities, especially in Kochi where there is a metro rail. And based on with the pedestrian crossing and things like that, based on metro stations, 60% of our problems can be solved. Because this is not a question, this is our suggestion. So I don't know whether I could not see a statistics, because last I think 2 or 3 weeks ago, our Honorable Chief Minister has made a declaration in the Niyama Sabha that 1,000 people have been killed all over Kerala. That is that means 1,000 pedestrians are killed due to road accidents from June 21 to June 22. That paper cutting is with me. Just now I was referring it, whether I am referring the same thing. And that statistics I could not see here. That's the only thing. So I just highlighting this. We have to start from the basic. That is the thing. That is 21%, but recently I came to know 1,000 pedestrians all over Kerala killed. Might be. Okay. I was just highlighting the importance of giving basic necessities in cities. That's all. It contributes to short run as well as long run. Short run accidents will be reduced. Long run it creates sustainable cities, because our health will not be air pollution and all. Thank you so much. Thank you, ma'am. Thank you, ma'am. National transport policy is we should start from the pedestrian, then to the cycle, then to the public transport. And finally only the car or two-wheeler should come. You know that. I know, but I want to... Just is from GCDA, pedestrian way. GCDA road from Kadavandara to Kalur. If you just monitor that road,
you know what is the situation of the pedestrian way. That's what I wanted to, because she was an executive engineer, and now the present executive engineer also they in the same boat. And for the last 3 to 4 years, I was doing this correspondence to make that way, that pedestrian way, in a walkable way. I just told Mr. Chandran Pillai that I will meet him personally. I met all the 4 chairmen, and the only person I had to write, my friend indeed, is Mr. Pinarayi Vijayan. I think pedestrian issues കുറിച്ച് 2011-12 ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫോർ കൊച്ചിൻ ഞാനാണ് ചെയ്തത്. അതൊരു ചുക്കാൻ പിടിച്ചതാണ്. അന്ന് വാക്കബിലിറ്റി ഇൻഡെക്സ് അത് ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഈ എറണാകുളം സിറ്റിയിലെ ഏറ്റവും ഗുണനിലവാരമുള്ള പെഡസ്ട്രിയൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവ് റോഡ് മാത്രമാണ്. ബാക്കി എല്ലാ അതിൽ മാത്രം 62% വാക്കബിലിറ്റി ഇൻഡെക്സ് ഒരു ക്രൈറ്റീരിയ ആണ്. ബാക്കി എല്ലാത്തിലും ബിലോ 50 ആണ് ഉണ്ടായിരുന്നത്. ഇനിയോ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഫുട്പാത്തൊക്കെ ഒന്ന് മിനിമം ഇത്ര വേണം അത് എന്നൊക്കെ. കമ്മിങ് ബാക്ക് ടു വാട്ട് ഡോക്ടർ മാത്യു സ്റ്റലിംഗ്, പെഡസ്ട്രിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിൻ്റെ ഇവർ കാണിച്ച അതേ പീരീഡിലുള്ള പെഡസ്ട്രിയൻ ഇതേക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ 33% മരണങ്ങൾ പെഡസ്ട്രിയൻസ് ആയിട്ട് ഉണ്ടായിരുന്നു 2017. അത് 30 ഇപ്പോൾ കഴിഞ്ഞ വർഷം 2021 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 22% ആയി. അപ്പോൾ നമ്പർ ഓഫ് പെഡസ്ട്രിയൻസ് ഡൈയിങ് ഓൺ ദ റോഡ് ഈസ് ഡിക്രീസിങ്, ബട്ട് ദ നമ്പർ ഈസ് ദർ. അതേപോലെ രണ്ടാമത് കാറ്റഗറി ആയിട്ട് വരുന്നത് 2 വീലേഴ്സ് ആണ്. 2 വീലേഴ്സ് 56% ആൾക്കാരും റോഡിൽ മരിച്ചത് 2 വീലേഴ്സ് ആയിട്ടിരുന്നു. ഇപ്പോൾ ദാറ്റ് ഹസ് കം ഡൗൺ ടു 45%. ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ് ഇഫ് യു ടേക്ക് മെഷേഴ്സ് ടു അഡ്രസ് ദീസ് 2 category, 2 വീലേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ്, 80% cases accident issues can be addressed. How? Whether do we have any space for pedestrians? Because whenever road widening is done, the first axis on the pedestrian walkway. അത് വെട്ട് ഇവിടെ ഒരു 2 മീറ്റർ കൂട്ടുക, അപ്പുറത്ത് 1 മീറ്റർ കൂട്ടുക, ഒരു ലെയിൻ കിട്ടും. അതാണ് ആലോചിക്കുന്നത്. നമ്മുടെ അപ്രോച്ച് എല്ലാം ഇറ്റ്സ് നോട്ട് എ പീപ്പിൾ സെൻട്രിക് അപ്രോച്ച്, ഇറ്റ്സ് എ വെഹിക്കിൾ സെൻട്രിക് അപ്രോച്ചാണ്. വാഹനം എങ്ങനെയാണ് ഓടിക്കാൻ പറ്റും, വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം, ബട്ട് നാട്ടുകാർ നടക്കാനുള്ള സ്പേസും അവർക്ക് ക്രോസ് ചെയ്യാനുള്ള സ്പേസും വി ആർ നോട്ട് ഗിവൺ ഇനഫ് തിങ്. I have to be blamed. I am also one of the transport engineer, but I think we have to change that attitude. താങ്ക് യു സർ. ഓഫ് കോഴ്സ് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും കമൻസും ഉണ്ടാവും. ഒന്ന് എഴുതി തരികയാണ്, സമയത്തിന് ഷോർട്ടേജ് ഉള്ളതുകൊണ്ടാണ്. During the lunch time we can have more interaction. Yes, definitely. We request Srimati Rema Santosh, Chairperson, Tripundra Municipality, to present the memento to Samson sir. The next session on the topic Importance of Road Safety Awareness and Training, we invite Sri Dilip Madhavan and Sri Abdul Manaf. Sri Dilip Madhavan, Manager of Fire and Safety Division at Petronet LNG Limited. He has undergone lead auditor training in Operational Health and Safety Assessment Series and was a graduate member of Institute of Fire and Safety Engineers. Today we also have Sri Abdul Manaf, the Assistant General Manager, Safety and Fire Department, Cochin Shipyard Limited. He is an ISO licensed lead auditor with expertise in road safety awareness and sessions. Over to you, sirs. Thank you. Good afternoon to all. Without taking much time, we know it is a pre-lunch session. But we'll not take much time. Today's entire workshop for your awareness has been divided into 3 parts: engineering, education and enforcement. So we are focusing on the 3 E's. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. എഡ്യൂക്കേഷൻ സൈഡ് അല്ലെങ്കിൽ ട്രെയിനിങ് സൈഡ് വരുമ്പോൾ
എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാനായിട്ട് നാഷണൽ സേഫ്റ്റി കൗൺസിൽ കേരള ചാപ്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. We'll quickly go into the session. For those who are not aware, National Safety Council of India was set up in 1966, after which on 4th March on 1972, it became to be known as the National Safety Day across the country. അപ്പോൾ നാഷണൽ സേഫ്റ്റി കൗൺസിലിൻ്റെ ഫൗണ്ടേഷൻ ഡേ തന്നെയാണ് നമുക്ക് നാഷണൽ സേഫ്റ്റി ഡേ ആയിട്ട് ഇന്ത്യയിൽ ഒട്ടാകെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നു. നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് നോൺ കമേഴ്ഷ്യൽ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ബോഡി, and it consists of a board of governors with 51 members, and there is a chairman who is nominated by the government of India. There are more than 8,800 members among corporates, individuals and life members, and state chapters are also available. So I represent the National Safety Council Kerala chapter. This photo we have added, for those who can see this photo, this is a very rare photo of the Indian President Sri Radhakrishnan addressing the first national conference on industrial safety. 1965 പ്രസിഡന്റിന്റെ ലെവലിൽ നടന്ന ഒരു സേഫ്റ്റി കോൺഫറൻസിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. We have a vision statement and a mission statement. We'll go to the mission statement. We have to bring in a national movement on health, safety and environment. That is our mission of National Safety Council. And building a national movement is only possible by incorporating all the stakeholders and volunteers. So we are not only associated only on road safety, we carry out different training programs and awareness among the industries and the general public also. Our associates are the Department of Factories and Boilers. They give us good support on all the activities. The chairman of the National Safety Council himself is the director of Factories and Boilers. And there are academic institutions in Kerala who are associated with the National Safety Council. HSE specialists are available. We have trade union representatives, and almost all industries in Kerala are members of the Safety Council. These are the office bearers of the Safety Council of Kerala now, and most of them are available right now here. So the Kerala chapter of National Safety Council is located on Irimbanam, Seaport Airport Road, well-connected network. Many of you might have seen that office building, which was set up after a lot of laborious work done by the previous office bearers and a lot of hardships. So now we have an infrastructure of a 3-storied building with 3 conference halls, which can accommodate over 200 participants at a time. And there are uninterrupted power supplies, Wi-Fi facility, exhibition areas, and our strength are more than 100 resource persons on different fields who can deliver expert advice and trainings on various topics in safety, including road safety. What we do presently on road safety, we carry out road safety awareness talks and campaigns. Release of, there are e-magazines, some of the magazines are being distributed to the eminent personalities present here. പോസ്റ്റേഴ്സ്, FM റേഡിയോയിലൂടെ മെസ്സേജസ് സ്പ്രെഡ് ചെയ്യുക, ഈ വക ചെറിയ ലെവലിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി അണ്ടർഗോ ചെയ്യുന്നുണ്ട് റോഡ് സേഫ്റ്റിയിലായിട്ട്. ഡിഫെൻസീവ് ഡ്രൈവിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വി ക്യാരി ഔട്ട് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ്. ത്രൂ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ് വി ക്യാരി ഔട്ട് ടോക്സ് ഓൺ ഡിഫെൻസീവ് ഡ്രൈവിംഗ്, മോസ്റ്റ്ലി ഫ്രം ദ RTO, and we carry out even road shows through the college students. So this is one of the e-Suraksha magazine which was released in the edition October to December 2021. ഇതിൽ റോഡ് സേഫ്റ്റി തന്നെയായിരുന്നു ഇതിൻ്റെ കവർ പേജിൽ തീമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. These are some photographs of the road shows and the addressing of the student cadet corps on road safety. And recently we conducted trainings in industries, and also webinars, online webinars during COVID period were all taken. Some of the posters which we were explaining, ഈ പോസ്റ്റേഴ്സ് ഒക്കെ വളരെ സിമ്പിൾ റെപ്രസെൻറ്റേഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നമ്മുടെ വെബ്സൈറ്റിലൂടെയും ഒക്കെ പബ്ലിസൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Some facts have already been addressed in the previous sessions, but still out of interest we have 3 quick facts. Please concentrate on the first portion, that is IFRC statistics, which says that 50% traffic accidents
ഇതിൽ ഡെത്ത് നടക്കുന്നത് ആദ്യത്തെ ആ ഒരു കുറച്ച് മിനിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്ന 1 അവറിനുള്ളിലാണ് എന്നാണ് പറയപ്പെടുന്നത്. So that gives us, that makes us aware of the next part of the fact, which is in the event of a road accident, immediate help of the bystanders are most important. അപ്പോൾ ആ കൂടി നിൽക്കുന്ന ആളുകൾ ഭയം ഇല്ലാതെയോ പേടിയില്ലാതെയോ അവരെ അപ്രോച്ച് ചെയ്യാനോ, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഡിസേബിലിറ്റി ഫേസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, കൈകളോ കാലുകളോ മുറിഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷേ ആ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു മിനിമം ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇഞ്ചറിയുടെ സിവിയറിറ്റി കുറയ്ക്കാനോ ഡെത്ത് കുറയ്ക്കാനോ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. So this also brings us to the fact that NSC Kerala chapter has also got a government approval for conducting 16 hours basic first aid training course. അപ്പോൾ അതുപോലെയുള്ളൊരു ഗവൺമെൻറ് അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ആർ ഓൾസോ awaiting a government approval for conducting training for hazardous goods transport vehicles, which we will get very soon. So for that we can address LPG tanker drivers, hazardous goods vehicles operate ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള സ്പെഷ്യൽ ക്ലിയറൻസും ഇതും നമുക്ക് അവൈറ്റ് ചെയ്യുന്നുണ്ട്, ആ ക്ലിയറൻസ്. The statistics from the, of course, the Kerala police website, you can see the trend of road accidents in Kerala, which has already been explained in the previous. I'm not going deeper into that, but you can don't assume with the 2020 and 2021 statistics, these are very less because of the COVID period. 2022 മാത്രം we have 1441 accidents which have already, deaths which have already happened up to April. അതായത് ഈ വർഷം ജനുവരി തൊട്ട് ഏപ്രിൽ വരെ മാത്രം 1441 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ റോഡ് ആക്സിഡൻറ്റിൽ. സോ ദിസ് യു ക്യാൻ സീ, ഇഫ് യു കമ്പയർ വിത്ത് ഓൾ ദ പ്രീവിയസ് 5 years, വി മേ അച്ചീവ് ദ നമ്പർ 1 പൊസിഷൻ ഇൻ ദിസ് ഇയർ. 1941 എന്ന് പറയുമ്പോൾ ഒരു 5000-ൽ മുകളിൽ നമ്മൾ ഡെത്തുകൾ ആണ് നമ്മൾ അവൈറ്റ് ചെയ്യുന്നത് ഈ ഒരു വർഷം മാത്രം, വിച്ച് മീൻസ് വെരി ഡ്രാസ്റ്റിക് ഇൻക്രീസിങ് ട്രെൻഡ് ഇസ് ഹാപ്പനിങ്. And this table shows the specific audience which we wish to attend during the training programs, which are the private bus operators, the tipper, lorry, tourist, container vehicles, and road tankers and auto rickshaws. You may see the figures are not much high in comparison with the overall figures of 30,000 or 40,000. പക്ഷേ എന്നിരുന്നാലും ഈ ആദ്യത്തെ 3 കാറ്റഗറി, KSRTC പ്രൈവറ്റ് ബസ്സോ അല്ലെങ്കിൽ ടാങ്കർ ലോറി അല്ലെങ്കിൽ റോഡ് ടാങ്കർ പോലെയുള്ള വാഹനങ്ങൾ കൊണ്ടുള്ള ആക്സിഡൻറ്റിൽ മരണം അല്ലെങ്കിൽ സിവിയറിറ്റിയുടെ റേറ്റ് ഒരുപാട് കൂടുതലാണ്. മേ ബി ഇഞ്ചുറി പ്രോൺനെസ് നോക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയും അതേപോലെ 2 വീലേഴ്സും 4 വീലേഴ്സും ആയിരിക്കാം. But if you look at the severity point of view, these particular vehicle operators can be addressed specifically on road safety awareness. So with this, I hand over the session to my colleague Sri Abdul Manaf to take us forward through the action path which NSC has in mind. Thank you. Hello. Thank you, Dilip, and good afternoon to all. ഇന്ന് നമ്മളിവിടെ റോഡ് സേഫ്റ്റി ആക്സിഡന്റ് ഫ്രീ കൊച്ചിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഏറ്റവും നമുക്കൊരു ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് എങ്ങനെ നമ്മുടെ പോപ്പുലേഷനിൽ റോഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ എത്തിക്കാം, എങ്ങനെ അവരിലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം, ഈ അവയർനെസ്സിൽ നിന്നിട്ട് എങ്ങനെ നമുക്ക് ഒരു സേഫ് ബിഹേവിയർ റോഡിൽ കൊണ്ടുവരാം. ഇതായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് വരാൻ പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ അവയർനെസ്സിൽ കൂടെ ഓരോ വ്യക്തിയും സേഫായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് റോഡ് സേഫ്റ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കൊരു വൺ ടൈം ഇവന്റ് കൊണ്ടിട്ട് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വിസിബിൾ ചേഞ്ച് റോഡിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്, അതൊരു ലബോറിയസ് എഫേർട്ടാണ്. ടൈം കൺസ്യൂമിംഗ് മീൻസ് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ പാർട്ടിൽ നമ്മൾ ഒരു 2 to 3 years കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരിൽ എൻഗേജ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു റിയാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡന്റ് കൾച്ചറിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ആക്സിഡന്റ് നടന്നതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും അതിൻ്റെ ഒരു കറക്റ്റീവ് ആക്ഷനിലേക്കും എത്തുന്നത്. ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ആക്സിഡൻറ്റ്സ് നടക്കുമ്പോഴാണ് നമ്മൾ അത് ബ്ലാക്ക് സ്പോട്ടായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് മോഡിഫിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ച് തുടങ്ങുന്നത് തന്നെ. ഡിപ്പെൻഡന്റ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ മോണിറ്റേർഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കുന്നുള്ളൂ. നമ്മൾ ക്യാമറയുള്ള റോഡിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്യുന്നത്. ഒരു ക്യാമറയുള്ള ജംഗ്ഷനിൽ മാത്രമാണ് നമ്മൾ
ഒരു റെഡ് സിഗ്നൽ ബ്രേക്ക് ചെയ്യാതിരിക്കുന്നത്. സോ നമ്മൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റിയാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡന്റ് കൾച്ചറിൽ നിന്ന് ആൾക്കാരെ ഒരു ഇൻഡിപെൻഡന്റ് കൾച്ചറിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ സേഫായിട്ടാണ് വണ്ടി ഓടിക്കുള്ളൂ എന്ന ഒരു തീരുമാനം എല്ലാവരിലും കൊണ്ട് നമ്മൾ എടുപ്പിക്കുകയാണ്. സോ അവിടെയാണ് നമുക്ക് ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ആ ഇൻഡിപെൻഡന്റ് കൾച്ചർ പിന്നെ ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് കൾച്ചറിലേക്ക് വരും. എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ആസ് ഇറ്റ് ഈസ് സേഫായിട്ടാണ് റോഡിൽ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ ഒരു അൺസേഫ് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിറ്റി അവിടെ ഇടപെടുന്നു, അയാളെ കൊണ്ട് തിരുത്തിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പദ്ധതിയാണ്. അത് നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത് അത് ഈ ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് കൾച്ചറിൽ എത്തിയാൽ മാത്രമേ നമുക്കത് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ഇൻഫ്രാസ്ട്രക്ചറും എൻഫോഴ്സ്മെന്റും ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഈ ഫേസിനൊത്ത് പോയാൽ മാത്രമേ നമുക്ക് ഒരു സേഫ് കൾച്ചർ റോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. സെയിം കൊച്ചി നിവാസികൾ തന്നെ രണ്ട് രീതിയിലാണ് സൗത്ത് അല്ലെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും മെട്രോ സ്റ്റേഷനിൽ പോകുമ്പോഴും ബിഹേവ് ചെയ്യുന്നത്. നമുക്കറിയാം മെട്രോ സ്റ്റേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത് അവിടെ ഒരു ആൾക്ക് ഒരിക്കലും ഒരു പാളം മുറിച്ച് കിടക്കേണ്ടാത്ത രീതിയിലാണ് സ്റ്റേഷൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ഒരാൾ ഒരു റോങ് സൈഡ് ഓഫ് പ്ലാറ്റ്ഫോം എത്തുകയാണെങ്കിൽ അയാൾ ഒരിക്കലും ആ പാളം മുറിച്ച് കടന്നിട്ടല്ല ഇപ്പുറം വരുന്നത്. സോ നമ്മൾ അവിടെ എന്താ പറയുക, ഒരു ഡിസൈൻ എലമെന്റ് കൊണ്ട് തന്നെ നമ്മളൊരു അൺസേഫ് ഒരു പ്രാക്ടീസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരാൾ ഒരിക്കലും ഒരു പാളം മുറിച്ച് കിടക്കുന്നില്ല. കാരണം ഇവിടെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. കാരണം അവിടെ അതിന്റെ സെക്യൂരിറ്റി മോണിറ്ററിംഗ് മെഷേഴ്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഒരു സേഫ് ബിഹേവിയറിലേക്ക് ഓട്ടോമാറ്റിക്കലി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും എൻഫോഴ്സ്മെന്റും ഒരേ ലെവലിൽ പൊങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു സേഫ് റോഡ്സ് അറ്റ് കൊച്ചി എന്നുള്ള ഇനിഷ്യേറ്റീവ് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ആർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലൈസൻസ് ഹോൾഡേഴ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരാം. ലൈസൻസ് ഹോൾഡേഴ്സിനെ കൊണ്ട് മാത്രം നമുക്ക് തീരുന്നില്ല. നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് അവർ എങ്ങനെയാ, നമ്മളിപ്പോൾ കൊച്ചി സിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്റ്റാറ്റിക് ടൈപ്പ് ട്രാഫിക് മാനേജ്മെന്റ് ആണുള്ളത്. അത് മാറിയിട്ട് നമുക്ക് ഡൈനാമിക് ടൈപ്പ് ട്രാഫിക് മാനേജ്മെന്റ് വേണം. എന്ന് വെച്ചാൽ സിറ്റിയിലെ ട്രാഫിക്കിന്റെ അനുസരിച്ച് ആ ഒരു സിഗ്നലിന്റെ ഡ്യൂറേഷൻ, നമ്മളിപ്പോൾ നോർത്ത് എൻഡിൽ നിന്ന് MG റോഡിൽ കയറുന്ന ഒരു വണ്ടി അത് ഇത്ര മിനിറ്റ് കൊണ്ട് MG റോഡിന്റെ സൗത്ത് എൻഡ് എക്സിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ആ വണ്ടിയുടെ ഒരു സ്പീഡ് വെച്ചിട്ട് അല്ലെ ട്രാഫിക് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ സിഗ്നൽ എൻഷുർ ചെയ്യണം. സോ അങ്ങനത്തെ ട്രെയിനിങ് എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് വേണം. ഹോസ്പിറ്റൽ പാരാമെഡിക് ഫസ്റ്റ് എയ്ഡ് സ്റ്റാഫ് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ട്രെയിനിങ് അവർക്ക് വേണം. പിന്നെ നമ്മൾ ജനറൽ പബ്ലിക്കിനെ ത്രൂ റെസിഡന്റ് ക്ലബ്സ് ഷോപ്സ് ഇത് വെച്ചിട്ട് നമ്മൾ റീച്ച് ചെയ്യണം. സോ ഇത്രയും കാറ്റഗറി ആൾക്കാരെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആസ് എ കമ്മ്യൂണിറ്റി റോഡ് സേഫ്റ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം 18 വയസ്സിൽ വണ്ടി ഓടിക്കാനൊരു ലൈസൻസ് കിട്ടുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ലൈസൻസ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെയുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ എവിടെയും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു ലൈസൻസ് കിട്ടാനായിട്ട് അവിടെ ആ ഒരു കടമ്പ വളരെ വലുതാണ്. ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. സോ ലൈസൻസ് ഹോൾഡേഴ്സിനെ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനുള്ളത്. കാരണം റോഡിൽ ഓരോ ലൈസൻസ് ഹോൾഡറുടെയും ആറ്റിറ്റ്യൂഡുമാണ് സേഫ് വേർതിരിക്കുന്നത്. ഒരു ആക്സിഡന്റും ഒരു നിയർ മിസ്സും അല്ലെങ്കിൽ ഒരു സേഫ് ഇതും തമ്മിൽ വേർതിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പേരുദോഷമാണ് ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. വി വിഷ് ടു ഗോ ഫാസ്റ്റർ ഓൺ റോഡ്സ് ബട്ട് സ്ലോ ഓൺ വർക്ക്സ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റലാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ കൊണ്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സിനെ ഫസ്റ്റ് പഠിപ്പിക്കേണ്ടത് നമുക്ക് റോഡ് എറ്റിക്വറ്റ്സിനെ കുറിച്ചിട്ടാണ്. എറ്റിക്വറ്റ്സ് എന്ന് പറഞ്ഞാൽ റോഡിലെ മര്യാദകൾ. ഹൈ ബീം, ഹോൺ അടിക്കുന്നത്, ഓവർടേക്ക് ചെയ്യാൻ സൈഡ് കൊടുക്കുന്നത്, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു അവർക്ക് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് വേണ്ടി ഒന്ന് സൈഡ് ഒതുക്കി തന്നു അല്ലെങ്കിൽ ഒരാളെ ഒന്ന് തിരിച്ച് ഒരു നന്ദി കാണിക്കുക. ഇങ്ങനെയുള്ള കുറെ എറ്റിക്വറ്റ്സ് നമ്മൾ എവിടെയും പഠിപ്പിക്കുന്നില്ല. സോ ഇത് നമ്മൾ ലൈസൻസിന്റെ ഒരു ഭാഗമായിട്ട് മുന്നിട്ട് കൊണ്ടുവരേണ്ടതാണ്.
അതുപോലെ തന്നെ റിഫ്രഷർ ട്രെയിനിങ് 20 വർഷത്തേക്കാണ് നമ്മൾ ഒരു ഇനിഷ്യൽ ലൈസൻസ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ റോഡ് സേഫ്റ്റി നിയമങ്ങൾ ഇയാൾ ഓർത്തിരിക്കുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും നമുക്കൊരു ചെക്ക് മെക്കാനിസം വേണം. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു ലേഷനോ എന്തെങ്കിലും ഒരു ലൈസൻസ് ഹോൾഡറിനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഒരു റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അയാളിൽ ആ ഒരു സേഫ്റ്റി മെസ്സേജ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാർഗറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം, ഹസാർഡസ് കെമിക്കൽസ് കൊണ്ടുപോകുന്നുണ്ട്. ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഗ്യാസ് റിലീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ബെറ്റർ ആയിട്ട് നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ലൈസൻസ് ഹോൾഡേഴ്സിനെ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ട്രെയിനിങ്ങിന്റെ സ്കോപ്പ് ഇവിടെ ഉണ്ട്. എഞ്ചിനീയേഴ്സ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം റെഡി ആയിട്ട് കാര്യമില്ല. നമുക്കറിയാം കൊച്ചി സിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാഫിക് ഡീകൺജഷന് വേണ്ടി ഉണ്ടാക്കിയ പാലങ്ങൾ തന്നെ ട്രാഫിക് കൺജഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവിടെയൊക്കെ നമുക്കറിയാം ഒരു ട്രാഫിക് മാനേജ്മെന്റ് എലിമെന്റ്സ് ഒരു പക്ഷേ ആ ഡിസൈനിൽ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ പുതിയ പാലങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ സ്റ്റിൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ഡിസൈൻ ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് നമ്മൾ റോഡ് സേഫ്റ്റി ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ചെയ്യുന്ന വർക്കുകൾ അത് പ്രതിഫലിക്കും. അതുപോലെ തന്നെ നമ്മൾ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്ന ആൾക്കാർ, ഇതിൽ ഒരു റോഡിൽ ബാരിക്കേഡ് എത്ര ദൂരത്തിൽ വെക്കണം, നൈറ്റിൽ ഫ്ലാഷിംഗ് ലൈറ്റ്സ് വേണം, ഓൺ കമ്മിങ് ട്രാഫിക്കിനെ അലർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ വേണം, അത് പോരാഞ്ഞ് ഒരു വർക്ക് കഴിഞ്ഞു പോകുമ്പോൾ അത് സേഫുകൾ അവരെ കൊണ്ടുവരാനായിട്ട് അവർക്കും ട്രെയിനിങ് ആവശ്യമാണ്. ഇതുപോലെ തന്നെ റോഡ് സേഫ്റ്റി ഓഡിറ്റിലും ഇവർക്ക് ഒരു ഹാൻഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും ഒരു റോഡ് അത് റീഫർബിഷ് ചെയ്യുമ്പോൾ, റോഡ് മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സൈഡ് ബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവരിലേക്ക് വരും. സോ ട്രെയിനിങ്ങിന്റെ സ്കോപ്പ് നമ്മൾ എഞ്ചിനീയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കൊടുക്കാനുണ്ട്. സ്റ്റുഡൻസ്, നമുക്കറിയാം അപ്കമിങ് കമ്മ്യൂണിറ്റിയാണ്. ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരലാണ് നമ്മളുടെ മെയിൻ എയിം. അതിന് നമുക്ക് ഒരു കരിക്കുലത്തിന്റെ ഭാഗമാക്കാനായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിനിങ് സെഷൻ ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്നു എന്ന പ്രോഗ്രാംസ് കൊണ്ടുവരാം. അത് സ്കൂളും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് ചേർന്ന അസോസിയേഷനിൽ നമുക്ക് നടക്കുകയുള്ളൂ. അതുപോലെ റോഡ് സേഫ്റ്റി ക്ലബ്സ് എല്ലാ സ്കൂളിലും, അത് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമല്ല പ്രൈവറ്റ് എല്ലാ സ്കൂളിലും അത് കൊണ്ടുവരണം. അതുപോലെ തന്നെ റോഡ് സേഫ്റ്റി വീക്കിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും നമുക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ ഒരു കമ്മ്യൂണിറ്റി അറ്റ് ലാർജ് എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാം? അതിൽ ബെറ്റർ വേ റോഡ് സേഫ്റ്റി മെസ്സേജസ് വിത്ത് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും ഓരോ സെലിബ്രിറ്റിയെ വെച്ചിട്ട് നമുക്ക് മെസ്സേജസ് ഇറക്കാം. അത് പല റേഡിയോ, വാട്സപ്പ് ഇതിലൊക്കെ പ്ലേ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിറ്റിനെ എൻഗേജ് ചെയ്യണം. ഈ റോഡ് സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻസ് ആണ്, അത് പാലിക്കേണ്ടതാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു എൻഗേജ്മെന്റ് നമ്മൾ കണ്ടിന്യൂസ്ലി കൊണ്ടുവരണം. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ്, നമ്മൾ എപ്പോഴും ഒരു ബാഡ് പ്രാക്ടീസിനെ പണിഷ് ചെയ്യുന്ന മാത്രമല്ല, നമ്മൾ ഒരു ഗുഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവാർഡ് ചെയ്യുകയും വേണം. സോ അങ്ങനെയുള്ള മെഷേഴ്സ് കൊണ്ടുവരാം. റോഡ് സേഫ്റ്റി സ്ലോഗൻസ് ഓൺ വെഹിക്കിൾസ്, റിംഗ് ടോൺസ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ്, ഇതൊക്കെ നമുക്കൊരു അവയർനെസ് കൊണ്ടുവരാനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് പീരിയോഡിക് വർക്ക്ഷോപ്സ് ഇൻവോൾവിംഗ് അസോസിയേഷൻസ്, ക്ലബ്സ് എക്സെട്ര. ഓക്കെ, ഇപ്പൊ നമുക്ക് കൊച്ചി സിറ്റിയിൽ ഒരു ട്രെയിനിങ്ങിന്റെ വോളിയം നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് നാഷണൽ സേഫ്റ്റി കൗൺസിലിനെയും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഇത് രണ്ടും ശരിക്കും ഇൻഡസ്ട്രീസിലെ സേഫ്റ്റി അവയർനെസ് ബിൽഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ഫെസിലിറ്റീസ് എങ്ങനെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, നാഷണൽ സേഫ്റ്റി കൗൺസിലിൽ നമുക്കറിയാം 3 നില കെട്ടിടമാണ്, അവിടെ ട്രെയിനിങ് ഹാൾസ് അവൈലബിൾ ആണ്. സോ ക്ലാസ് റൂം ട്രെയിനിങ്സ് നമുക്ക് NSCക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് എറ്റിക്വേറ്റ്സ് പഠിപ്പിക്കുകയാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഭാഗമായിട്ട്, ഇല്ലെങ്കിൽ റിഫ്രഷർ ട്രെയിനിങ്സ് നടത്തുകയാണ്, ഇല്ലെങ്കിൽ ഈ ഹസാർഡസ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവേഴ്സിനുള്ള ട്രെയിനിങ്. ഇത് നമുക്ക് ടോക്കിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടുകയാണെങ്കിൽ, ഈ കമ്മ്യൂണിറ്റി വഴി അതിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് കൺഫൈൻ ടു ഇൻഡസ്ട്രീസും ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും ആണ്. സോ അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ എവറി ക്വാർട്ടർ ഒരു സുരക്ഷാ മാഗസിൻ ഇറക്കുന്നുണ്ട്. ഈ മാഗസിനിൽ റോഡ് സേഫ്റ്റി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാം. ദെൻ സേഫ്റ്റി പോസ്റ്റേഴ്സ് നേരത്തെ ദിലീപ് കാണിച്ചു, NSCയുടെ വെബ്സൈറ്റിലുണ്ട്. ഇതൊക്കെ ഒരു റിസോഴ്സ് ഹബ്ബായിട്ട് നമുക്ക് എടുക്കാം. ആർക്കും എവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, NSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം സേഫ്റ്റി പോസ്റ്റേഴ്സ്. ദെൻ കണ്ടക്ടിങ് പബ്ലിക് എന്താ പറയുക, പിള്ളേരെ എൻഗേജ് ചെയ്തിട്ട് മെസ്സേജസ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. അതുപോലെ ഇപ്പം മാതൃഭൂമിയുടെ സീഡ്, മനോരമയുടെ നല്ല പാഠം, സോ ഇവരൊക്കെ ആയിട്ട് നമുക്ക് എൻഗേജ് ചെയ്തിട്ട് പിള്ളേരിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് NSCനെ.
ഇതുപോലെ NSE എന്ന് പറയുന്നത് ഒരു എന്താ പറയുക റൺ ബൈ ഇൻഡസ്ട്രി സ്പെഷ്യലിസ്റ്റ്, HSE സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഒരു റോഡ് സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒക്കെ NSE-നെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ട്രെയിനിങ് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ട്രെയിനിങ് ടു എമർജൻസി മെഡിക്കൽ സ്റ്റാഫ്. നേരത്തെ പറഞ്ഞതിൻ്റെ NSE അപ്രൂവ്ഡ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനറാണ്. സോ മെഡിക്കൽ സ്റ്റാഫിനുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാം. ദെൻ ഹസാർഡസ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനും NSE-ക്ക് ഇതിൽ ആക്റ്റീവായിട്ട് ഇറങ്ങി നിന്നിട്ട് നമുക്ക് റോഡ് സേഫ്റ്റി ക്യാമ്പയിൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? അതിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് സുരക്ഷാ രഥം എന്നുള്ള ഒരു വെഹിക്കിളിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒരു ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 6 വർഷത്തിന്റെ ഇടയ്ക്ക് ഇത് ഒരു 13,000 വർക്കേഴ്സിന് മോസ്റ്റ്ലി അൺഓർഗനൈസ് സെക്ടർ ഈ വണ്ടി ഉപയോഗിച്ച് അതാത് സ്കൂളുകളിൽ പോയിട്ട് ട്രെയിനിങ് കൊടുത്തേക്കുന്നത്. പിന്നെ മേജർ എക്സിബിഷൻസിൽ ഈ വണ്ടി എത്താറുണ്ട്. അവിടെ നമുക്കൊരു 30,000 പബ്ലിക്കിന് ഈ സേഫ്റ്റി ലീഫ്ലെറ്റ്സ് ആ വണ്ടിയിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ആ സുരക്ഷാ രഥത്തിൽ പിള്ളേർക്ക് കൊടുക്കുന്ന ഹാൻഡ് ബുക്കിന്റെ ഒരു കോപ്പിയാണ്. ഇതിൽ നമുക്കറിയാം റോഡ് സേഫ്റ്റി ചെറുതായിട്ടെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ട്. ഫോട്ടോസ് പലയിടത്ത് ട്രെയിനിങ് നടത്തിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾസിലുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ഓക്കുപേഷൻ ഹെൽത്ത് ആൻഡ് ട്രെയിനിങ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാക്കനാട് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ തന്നെയാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സെന്റർ ഈ ബിൽഡിങ്ങിലുണ്ട്. ഇവിടെ നമുക്ക് മോട്ടോർ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പാർട്സിന്റെ ഒക്കെ കട്ട് മോഡൽസും വർക്കിംഗ് മോഡൽസും വെക്കുകയാണെങ്കിൽ ഇത് ത്രൂവും നമുക്ക് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ഞാനും ദിലീപ് ഇവിടെ പ്രസന്റ് ചെയ്തത് ഹൗ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഈ റോഡ് സേഫ്റ്റി ക്യാമ്പയിനിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഇതിലേക്ക് ഒരു ആക്ഷൻ. സോ ഇത് വെച്ചിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. Any questions? Sir, my name is Rangadas Prabhu. ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ എറണാകുളത്തെ ഏറ്റവും വലിയ ഒരു NGO ആണ്. ഈ ഒരു നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഞാൻ ഈ 4 സെഷനിൽ ചോദിക്കുന്ന എളങ്കോൾ മറ്റേ നാറ്റ്പാക്കിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാം ജനറലായിട്ട്. അതായത് ഇന്ന് 4 സെഷൻ നടന്നു. പക്ഷേ ഇന്ന് റോഡിൻ്റെ കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ, അതായത് ചെറിയ റോഡുകൾ വഴിയും ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി ഇതുവരെ നടത്തി അറിയില്ല. അപ്പം അതുണ്ടെങ്കിൽ അത് വരുമായിരിക്കാം ചിലപ്പോൾ. അതും കൂടെ നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് ദി റോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആക്സിഡൻറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് ഓഫ് റോഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പ്രധാനമായിട്ടും ഒരു ഫാക്ടറാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി മേലിൽ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തും. ഞാൻ ഈ ഷോർട്ട് ടൈമിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള സമയമില്ലാഞ്ഞുകൊണ്ടാണ് മാത്രമാണ്.